Hi everyone, welcome to Full Score Biology. Your home for scoring full marks in biology. And welcome to today's class. Today's topic is human digestive system and associated parts. The human digestive system is a long coiled tube that extends from the mouth to the anus. മൗത്ത് മുതൽ ആനസ് വരെ നീണ്ടു കിടക്കുന്ന ഒരു കോയിൽഡ് ട്യൂബായിട്ടാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കാണപ്പെടുന്നത്. What are the functions of digestive system? It helps for the process of ingestion, digestion, absorption of nutrients and removal of undigested waste materials. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻജഷൻ, digestion, absorption of nutrients and finally removal of undigested waste materials. What are the two parts of digestive system? We can divide it as alimentary canal and digestive glands. അപ്പോൾ ഈ രണ്ട് പാർട്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Now let's see what are the parts of digestive system. I will start with mouth. The other regions include pharynx, esophagus, stomach, small intestine, large intestine, rectum and anus. One by one ആയിട്ട് നമുക്ക് ഓരോന്ന് പഠിക്കാം. Let's start with mouth. It is the initial part of the digestive system. It is the anterior opening of the digestive canal. ഏതൊക്കെയാണ് മൗത്തിനകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ്? We can see teeth, tongue and 3 pairs of salivary glands. And we know that teeth help in chewing and grinding of the food. Tongue helps in mixing the food and also for tasting. അതേപോലെ salivary glands സലൈവ secrete ചെയ്യുന്നു and saliva helps for the digestion of starch or carbohydrates within the buccal cavity. ഇനി നമുക്ക് ടീത്തിൻ്റെ സ്ട്രക്ചറാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പിക്ചറിൽ നിങ്ങൾക്ക് ടൂത്തിൻ്റെ സ്ട്രക്ചർ കാണാം. ടൂത്ത് ഇസ് എംബഡഡ് വിത്തിൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം. നമ്മുടെ ഗമ്മിലെ ഒരു സോക്കറ്റിലേക്ക് ഡീപ്പായിട്ട് ഫിക്സ് ചെയ്ത രീതിയിലാണ് ടൂത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ഇൻ ദ പിക്ചർ യു ക്യാൻ സീ 3 regions ഫോർ ദ ടീത്ത്. ഫസ്റ്റ് പാർട്ട് ഇസ് റൂട്ട് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഗം. ഗമ്മിൻ്റെ നമുക്ക് കാണാൻ കഴിയാത്ത ഉൾഭാഗത്ത് കാണപ്പെടുന്ന പാർട്ടാണ് റൂട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് റീജിയൻ ഇസ് നെക്ക്. ഇറ്റ് ഈസ് ആക്ച്വലി ദ ജംഗ്ഷൻ ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ക്രൗൺ. ഗമ്മിനോട് ചേർന്നിരിക്കുന്ന പാർട്ടാണ് നെക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പുറമേക്ക് കാണുന്ന വൈറ്റിഷ് ഷൈനി കളറുള്ള പാർട്ടിനെയാണ് ക്രൗൺ എന്ന് പറയാം. വിച്ച് ഇസ് ദ പാർട്ട് ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ഗം. അപ്പോൾ ഈ മൂന്നുമാണ് ടൂത്തിൻ്റെ 3 regions, റൂട്ട്, നെക്ക് ആൻഡ് ക്രൗൺ. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം പാർട്സ് ലേബൽ ചെയ്തിട്ടുള്ളത് ഇനാമൽ, ഡെൻഡൈൻ, പൾപ്പ് ക്യാവിറ്റി ആൻഡ് സിമൻറ്റം. ഇനി ഇതും ഓരോന്ന് എന്താണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ദ പാർട്ട് ഇനാമൽ. ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി ടൂത്ത്. ആ ഷൈനി വൈറ്റ് കളറിൽ കാണപ്പെടുന്ന പാർട്ടാണ് ഇനാമൽ. The speciality of this region is that it is non-living part and it is actually the hardest part of our body. നമ്മുടെ ബോഡിയിലെ ഹാർഡസ്റ്റ് പാർട്ടാണ് ഇനാമൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ നോൺ ലിവിങ് ടിഷ്യൂ. എന്തുകൊണ്ടാണ് ഇനാമലിനെ നമ്മൾ നോൺ ലിവിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു തരത്തിലുള്ള ലിവിങ് ടിഷ്യൂസും ഇനാമലിൽ കാണപ്പെടുന്നില്ല. അതായത് ഇനാമലിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് റീജനറേറ്റ് ചെയ്ത് വരില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇനാമൽ ഇസ് എ നോൺ ലിവിങ് പാർട്ട്. ഇനാമലിന് ശേഷം നെക്സ്റ്റ് വരുന്ന പാർട്ടാണ് ഡെൻഡൈൻ. ഡെൻഡൈൻ ഇസ് ദി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഓഫ് ദ ടൂത്ത്. അതായത് ടൂത്ത് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയലാണ് ഡെൻഡൈൻ എന്ന് പറയുന്നത്. വെൻ കമ്പയർ ടു ഇനാമൽ ഇറ്റ് ഇസ് ലിവിങ്. ലിവിങ് എന്ന് പറയുന്നത് ഇതിൽ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ റിപ്പയർ പോസിബിളാണ്. അതേപോലെ തന്നെ ഈ ഡെൻഡൈനകത്താണ് നമുക്ക് ഒഡൻഡോബ്ലാസ്റ്റ് കാണാൻ കഴിയുന്നത്. ഒഡൻഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ലിവിങ് സെൽസ് ആണ്. അതേപോലെ ടീത്തിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ക്യാവിറ്റി കാണാം, ദാറ്റ് ഇസ് കോൾഡ് പൾപ്പ് ക്യാവിറ്റി. ആൻഡ് പൾപ്പ് ക്യാവിറ്റി ഈസ് ഫിൽഡ് വിത്ത് എ മെറ്റീരിയൽ കോൾഡ് പൾപ്പ് വിച്ച് ഇസ് ആക്ച്വലി എ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ. ഈ പൾപ്പ് ക്യാവിറ്റിക്കകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? വി ക്യാൻ സീ ബ്ലഡ് വെസൽസ്, നെർവ്സ് ആൻഡ് ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ്. ഈ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസാണ് ലിവിങ് സെൽസായിട്ട് കാണപ്പെടുന്നത് ടീത്തിൽ. അതേപോലെ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസാണ് ഡെൻഡൈൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്ലഡ് വെസൽസും നെർവ്സും ഒഡൻഡോബ്ലാസ്റ്റ് സെൽസും എല്ലാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് പൾപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് വിത്തിൻ ദി പൾപ്പ് ക്യാവിറ്റി. ഇനി ലാസ്റ്റ് നിങ്ങൾ കാണുന്നത് സിമൻറ്റം. നമുക്കറിയാം സിമൻറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ തമ്മിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ സിമൻറ്റ് യൂസ് ചെയ്യുക. ലൈക്ക് വൈസ് ഹിയർ
This calcium containing connective tissue helps for holding the tooth in the socket of the gum. ഗമ്മിലെ സോക്കറ്റിൽ വളരെ ഡീപ്പായിട്ട് ടൂത്തിനെ ഫിക്സ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് സിമൻറ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് കാൽസ്യം. അതുകൊണ്ടാണ് ടീത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഹെൽത്തിന് വേണ്ടി നമ്മൾ കാൽസ്യം കണ്ടെയ്നിങ് ഫുഡ് കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ടൂത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിക്ചർ നല്ലപോലെ നോക്കുക. അതിനകത്ത് ഓരോ റീജിയൻസും ലേബൽ ചെയ്യാനും ഓരോന്നിൻ്റെയും ഫങ്ഷനും സ്പെഷ്യാലിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസോഫാഗസ്. നമുക്ക് പിക്ചറിൽ കാണാം. ഈസോഫാഗസ് ഈസ് എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ആക്ച്വലി ഇറ്റ് ഈസ് എ മസ്കുലാർ ട്യൂബ്. നമ്മുടെ മൗത്തിനും ഈസോഫാഗസിനും ഇടയ്ക്ക് ആക്ച്വലി ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു റീജിയൻ കൂടെ ഉണ്ട്. ഒരു ഫണൽ ലൈക്ക് സ്ട്രക്ചർ കാണുമല്ലോ നമ്മുടെ ത്രോട്ട് റീജിയൻ, ദാറ്റ് ഇസ് കോൾഡ് ഫാരിങ്സ്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫാരിങ്സ് എന്ന് പറയുന്ന റീജിയൻ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ആക്ച്വലി ഇറ്റ് ഇസ് ദെയർ. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും റെസ്പിറേറ്ററി സിസ്റ്റത്തിനും കോമൺ ആയിട്ട് കാണുന്നൊരു പാർട്ടാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സിന് ശേഷമാണ് ആക്ച്വലി ഈസോഫാഗസ് വരുന്നത്. ഈസോഫാഗസിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഇറ്റ്സ് എ ലോങ് മസ്കുലാർ ട്യൂബ്. ഇനി ഈസോഫാഗസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ദർ ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസ്കുലാർ മൂവ്മെൻറ്റ് കോൾഡ് പെരിസ്റ്റാൾസിസ്, which is a wavy movement which helps for the downward movement of food through the digestive system. And this movement starts from the esophagus. Esophagus മുതൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് വരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വേവി ലൈക്ക് മസ്കുലാർ മൂവ്മെൻ്റ് ആണ് പെരിസ്റ്റാൾസിസ്. ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസോഫാഗസിൽ വെച്ചിട്ടാണ്. പക്ഷേ ഈസോഫാഗസിൽ യാതൊരു തരത്തിലുള്ള ഡൈജഷൻ പ്രോസസ്സും നടക്കുന്നില്ല. ഓക്കെ, മൗത്തിൽ നമ്മൾ പഠിച്ചു സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈസോഫാഗസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. നെക്സ്റ്റ് നമുക്ക് സ്റ്റൊമക്കിനെ കുറിച്ച് പഠിക്കാം. സ്റ്റൊമക്ക് ഇസ് ദി വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദി അലിമെൻ്ററി കനാൽ. യു ക്യാൻ സീ ഇൻ ദ പിക്ചർ ഇറ്റ് ഇസ് എ ജെ ഷേപ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് it is provided with two types of muscles, longitudinal muscles and circular muscles. അതുപോലെ സ്റ്റൊമക്ക് വോൾ സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന റീജിയനാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അതിലെ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്ന ഫുഡ് ഒന്നും കൂടെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് പാർട്ട് ഓഫ് സ്റ്റൊമക്ക് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതായത് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് ദി ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ദി അലിമെൻ്ററി കനാൽ. പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ റീജിയൻ വെയർ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഇസ് കംപ്ലീറ്റഡ് ആസ് വെൽ ആസ് അബ്സോർപ്ഷൻ ഇസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിന് വേണ്ടി അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസിന് വേണ്ടി സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ വോളിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് റീജിയൻസ് ആണ് വില്ലൈ എന്ന് പറയുന്നത്. Villi are finger-like projections arising from the wall of the small intestine. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിൽ നിന്ന് കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് വില്ലൈ. ഈ വില്ലയിലേക്കാണ് ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ന്യൂട്രിയൻസിനെ എല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിലെ സെൽസാണ് ഡൈജസ്റ്റീവ് സെക്രീഷനായിട്ടുള്ള ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് കൂടാതെ ബൈൽ ജ്യൂസ്, അതായത് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസും പാങ്ക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെയും ഒരു എൻട്രി ലൊക്കേഷനാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഈ ജ്യൂസസിൻ്റെ എല്ലാം തന്നെ കമ്പൈൻഡ് ആക്ഷൻ വഴിയാണ് ഈ ഭാഗത്ത് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയാണ് അവിടെ വില്ലൈ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈനെ കുറിച്ച് പഠിക്കാം. ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇസ് ആക്ച്വലി ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ദി എലിമെൻ്ററി കനാൽ. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പോലെ തന്നെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ് ലൈക്ക് റീജിയനാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ് ആവുന്നത് കൊണ്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിന് ഡൈജഷൻ പ്രോസസ്സിലൊന്നും തന്നെ റോളില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻവോൾവ്ഡ് ഇൻ
the absorption of some materials such as water and minerals from the undigested waste material. അതായത് ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തിച്ചേരുന്നത്. ഈ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും വാട്ടറിനെയും ചില മിനറൽസിനെയും അബ്സോർബ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത്. Okay, then after the absorption process, the undigested waste materials is passing into the rectum. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടിനെയാണ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഒരു ബ്ലാഡർ ലൈക്ക് റീജിയൻ കാണുന്നില്ലേ, ദാറ്റ് ഇസ് ദി റെക്റ്റം. റെക്റ്റത്തിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു. റെക്റ്റത്തിൽ നിന്നും ഈ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ആനസ് വഴി പുറത്തു പോകുന്നു. സോ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആസ് എക്സ്ക്രീഷൻ. റെക്റ്റത്തിലാണ് ഈ ഡൈജസ്റ്റീവ് വേസ്റ്റിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റെക്റ്റം ഫില്ലായി കഴിഞ്ഞാൽ അതിന്ന് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നെ എക്സ്ക്രീറ്റഡ് ത്രൂ ദി ആനസ്. അപ്പോൾ ഇത്രയും റോൾസാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രോസസ്സ് ഓഫ് ഡൈജഷൻ ആണ് പഠിക്കുന്നത്. ഡൈജഷൻ, അബ്സോർപ്ഷൻ, ഈ രണ്ട് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിൻ്റെയും അബ്സോർപ്ഷൻ റോളും അതുപോലെ തന്നെ ഡൈജഷൻ റോളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ വീഡിയോയിൽ ജസ്റ്റ് സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഓർത്ത് വയ്ക്കാനായിട്ട് ഒരു ട്രിക്കി സെൻറ്റൻസ് ആണ് ഇത്. ഇതിലെ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്സ് അതിൻ്റെ സീരിയൽ ഓർഡറിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും. പലർക്കും ഇത് ഓർഡറിൽ പറയാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രിക്കി സെൻറ്റൻസ് തരുന്നത്. ഇതാണ് ട്രിക്കി സെൻറ്റൻസ്. മൈ പെറ്റ് ഓസ്ട്രിച്ച് സ്വാലോഡ് സം ലാർജ് റെഡ് ആപ്പിൾസ്. ഈ സെൻറ്റൻസിലെ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ മൈ, M stands for mouth. Pet, first letter P stands for pharynx. Ostrich, first letter O stands for esophagus. Swallowed, first letter S for stomach. Then some, first letter S for small intestine. Large, first letter L for large intestine. Red, first letter R for rectum. And finally first letter A from apples, that stands for anus. അപ്പോൾ ഈ ഓർഡറിൽ ഈ റീജിയൻസ് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് ലെറ്റർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ റീജിയൻസ് അതിൻ്റെ ഓർഡറിൽ ഓർത്തിരിക്കാൻ പറ്റും. ഇനി നമുക്ക് ഡൈജസ്റ്റീവ് ഗ്ലാൻസിനെ കുറിച്ച് പഠിക്കാം. ഓൾറെഡി എലിമെൻ്ററി കനാലിൻ്റെ എല്ലാ റീജിയൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് 3 ഡൈജസ്റ്റീവ് ഗ്ലാൻസിനെ കുറിച്ചാണ്. വാട്ട് ആർ ദ മെയിൻ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഇൻ ഹ്യൂമൻസ്? സലൈവറി ഗ്ലാൻസ്, ലിവർ ആൻഡ് പാൻക്രിയാസ്. ഇതുകൂടാതെ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസും കാണുന്നുണ്ട്. കുറേ ചെറിയ ആക്സസറി ഗ്ലാൻസ് അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ സെൽസ് പല ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 സലൈവറി ഗ്ലാൻസ്, അതുപോലെ ലിവർ, പാൻക്രിയാസ്, ഈ 3 ഗ്ലാൻസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സലൈവറി ഗ്ലാൻസ് നോക്കാം. സലൈവറി ഗ്ലാൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി ബക്കൽ ക്യാവിറ്റി ഓർ മൗത്ത്. 3 pairs ഓഫ് സലൈവറി ഗ്ലാൻസ് ആണ് ഉള്ളത് നമുക്ക്. ആൻഡ് ദ സെക്രീഷൻ ഓഫ് സലൈവറി ഗ്ലാൻസ് ഇസ് കോൾഡ് സലൈവ. അല്ലേ, സലൈവ കണ്ടെയ്ൻസ് എൻസൈംസ് സച്ച് ആസ് സലൈവറി അമൈലേസ് ആൻഡ് ലൈസോസൈം. ഇതിൻ്റെ ആക്ഷൻ നമ്മൾ അടുത്ത വീഡിയോയിലാണ് പഠിക്കുന്നത്. ഇവിടെ ഗ്ലാൻസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ബക്കൽ ക്യാവിറ്റിയുടെ 3 റീജിയൻസിലേക്കായിട്ടാണ് സലൈവറി ഗ്ലാൻസിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കാണുന്ന 2 എൻസൈം സലൈവറി അമൈലേസ് ആൻഡ് ലൈസോസൈം, ഇതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ മാത്രമേ പഠിക്കുള്ളൂ. ഇവിടെ സ്ട്രക്ചർ മാത്രമേ പറയുന്നുള്ളൂ. ഫംഗ്ഷൻ നെക്സ്റ്റ് വീഡിയോയിലാണ് ടീച്ചർ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് ലിവറിനെ കുറിച്ച് പഠിക്കാം. ലിവർ ഇസ് ദി ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഗ്ലാൻഡ്സ് ഉണ്ട്. അതിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡാണ് ലിവർ എന്ന് പറയുന്നത്. ദ സെക്രീഷൻ ഓഫ് ലിവർ ഇസ് കോൾഡ് ബൈൽ ജ്യൂസ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ലിവർ കാണാം. ലിവറിന് തൊട്ടടുത്തായിട്ട് ഒരു ഗ്രീനിഷ് കളറിലൊരു സ്ട്രക്ചർ കാണാം. ദാറ്റ് ഇസ് കോൾഡ് ഗോൾ ബ്ലാഡർ. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസിനെ ഗോൾ ബ്ലാഡറിനകത്താണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസിൽ മാത്രം യാതൊരു തരത്തിലുള്ള എൻസൈംസും കാണുന്നില്ല. അതാണ് ബൈൽ ജ്യൂസിൻ്റെ സ്പെഷ്യാലിറ്റി. ഇറ്റ് ഇസ് ഓൺലി ഡൈജസ്റ്റീവ് സെക്രീഷൻ വിത്തൗട്ട് എനി എൻസൈംസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിവറിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് പാൻക്രിയാസിനെ കുറിച്ച് പഠിക്കാം. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയാണ് പാൻക്രിയാസിൻ്റെ ലൊക്കേഷൻ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി
ഇൻ ബിറ്റ്വീൻ ദ ടു ലിംസ് ഓഫ് ഡോഡിനം. ഡോഡിനം എന്ന് പറയുന്നത് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഒരു സി ഷേപ്പിൽ കാണുന്നുണ്ട്. ഇറ്റ് ഇസ് ദി ഇനീഷ്യൽ പാർട്ട് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡോഡിനം, ഒരു സി ഷേപ്പിലാണ് അത് കാണുക. അപ്പോൾ ആ സി ഷേപ്പിൻ്റെ രണ്ട് ലിംസിനും ഇടയിലായിട്ട് നമ്മൾ കാണുന്ന ഗ്ലാൻഡാണ് പാങ്ക്രിയാസ്. പാങ്ക്രിയാസിൻ്റെ സെക്രീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ്. പാങ്ക്രിയാറ്റിക് ജ്യൂസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡോഡിനത്തിലേക്കാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞു. ഇനി പാങ്ക്രിയാറ്റിക് ജ്യൂസിൻ്റെ ഫങ്ഷൻസും അതിനകത്ത് കാണുന്ന എൻസൈംസും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കും. അതിനുശേഷം നെക്സ്റ്റ് ഗ്ലാൻഡായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ എവിടെയായിരിക്കും ഈ ഗ്ലാൻഡ്സ് കാണുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി വാൾ ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വോളിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ്സ് ആണ് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ്. ഈ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷനെയാണ് നമ്മൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഓർ സക്കസ് എൻഡറിക്കസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കാണപ്പെടുന്ന എൻസൈംസും അതിൻ്റെ റോൾസും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസും അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും, അതായത് അലിമെൻ്ററി കനാലിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സുമാണ് പഠിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പിക്ചേഴ്സ് എല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ച് നോക്കുക. പാർട്സ് ലേബൽ ചെയ്യാനായിട്ട് പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.